എന്താ ആരും ഒന്നും മിണ്ടാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? സഹിക്കാവുന്നതിലും അപ്പുറമാണിത്. നമുക്കൊക്കെ എന്താ പറ്റിയത്? മറന്ന് ചെറുതായിട്ട്. ന്യൂ ഇയർ റെസൊല്യൂഷൻ, ഇനി മുതൽ ചീത്തവിളിയില്ല, ഊക്കില്ല, പെണ്ണു വിഷയമില്ല. ഈ അവസാനത്തെ റെസൊല്യൂഷനൊക്കെ ആരാ പറഞ്ഞത്? കള്ളും പുറത്ത് നീയാണ് പറഞ്ഞത്. കള്ളും പുറത്തോ? അല്ല, ആനപ്പുറത്ത്. റെസൊല്യൂഷൻ അത് തെറ്റിക്കില്ലേ കുട്ടാ? വന്നിട്ട് 2 മണിക്കൂറായി. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഷെർമി, നമുക്ക് ഈ പറഞ്ഞതല്ലാതെ വേറൊന്നും സംസാരിക്കാനില്ല. ഈ പെണ്ണു വിശുദ്ധി ആത്മാർത്ഥ പ്രണയം തെറ്റില്ലല്ലോ. ആ പറഞ്ഞതേ തെറ്റാ. പന്ന പൂ ഓ അല്ല, ആത്മാർത്ഥതയുള്ള പ്രണയമാവാലോ. വർഷം 2026 ഇപ്പോഴും ആത്മാർത്ഥത പ്രണയമുണ്ടെന്നും പറഞ്ഞിരിക്കുകയാണ്. അതെ, ബുദ്ധിമാനെ തളർത്തുന്നില്ല നിന്നെ ഞാൻ. പാവം. നമ്മളോട് പഠിച്ച പൂജയില്ലേ, ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കണു. അതും നെച്ചിക്കിട്ട് പാട്ടിട്ട്. പൂജ കാണണോന്നാണോ കണ്ടാന്നാണോ? കാണണ്ട, എന്റെ പൂജ തെറ്റും. അങ്ങനെയാണ് ഇൻസ്റ്റയുടെ നഡ ഉൾപ്പെടെ അടക്കേണ്ടി വരും. അടച്ചോട്ടെ. റെസൊല്യൂഷൻ അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്റെ മനസ്സിൽ. പൂജയോ? ബ്ലോക്ക് ചെയ്തിരിക്കണം. അത്ര കട്ടി മനസ്സോ തന്റെ? അവൾ എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ എടുത്താ പൊങ്ങാത്ത റെസൊല്യൂഷനൊക്കെ എന്തിനാ എടുക്കണേ? സത്യം, ആ പെണ്ണ് വിഷയെങ്കിലും മാറ്റിയായിരുന്നെങ്കിൽ നമുക്കൊരു 5 മിനിറ്റെങ്കിലും തികച്ച് സംസാരിക്കായിരുന്നു. യാത്രയെ പറ്റി എന്താ അഭിപ്രായം? ബാംഗ്ലൂരുള്ളതല്ലേ, നല്ല കുട്ടിയാ, പക്ഷെ ബ്ലോക്കാ. എടോ, ആ യാത്രയല്ല, യാത്ര. യാത്ര പോണെങ്കിൽ എണ്ണ അടിക്കണ്ട കുട്ട. എന്റെ ഇലക്ട്രിക് വണ്ടി അല്ലേ കുട്ടാ. ചാർജ് ചെയ്യാനാണെങ്കിൽ ചാർജ് പോടുന്ന സ്റ്റേഷനുകൾ എല്ലായിടത്തും ഉണ്ട്. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ അവരുടെ ചാർജിങ് സ്റ്റേഷൻ ഇടാം. ലോ ഇൻവെസ്റ്റ്മെന്റ്, ഹൈ ഗ്രോത്ത്, ഭാവിയിലെ ബിസിനസ് ആണ്. ഓ, നല്ല പരിപാടിയാണല്ലോ. ഈ ഇല്ല എവിടുന്നാ കേറിയ? ഞാൻ ഒരു ഐഡിയ പറയാം. നമ്മൾ ഈ എടുത്ത റെസൊല്യൂഷനിൽ ഒരെണ്ണം സബ്ട്രാക്ട് ചെയ്യാം. ആ, അതാകുമ്പോ ഈ മൗനം അങ്ങ് സമ്മതമാവും. അപ്പൊ ഏതാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്? ഇത്ര ആലോചിക്കാൻ തോന്നുന്നു. പെണ്ണു വിഷയം. പൂജയുടെ ഫോട്ടോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യിക്ക്. അളിയ, ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തേക്ക് ബസ് സ്റ്റോപ്പിൽ ഒരു ഹൂറി, ഒരു ലാവണ്ടർ ചുരിദാർ. അതെന്റെ ചുരിദാറാ? അല്ല, അവൾ എന്റെയാന്ന്. നിന്റെ? അത് ഞാൻ നോട്ടിട്ട് വെച്ചേക്കുവാ. എന്നെ കൊണ്ട് ചീത്ത വിളിപ്പിക്കില്ലേ? അളിയ ചീത്തോടെയും കൂടെ കട്ട് ചെയ്യാൻ പറ്റുമോ? മൊത്തത്തിൽ കട്ട് ചെയ്യാൻ പറ്റൂല, വേണമെങ്കിൽ സബ്ബി ആയിട്ട് വിളിച്ചോ. നിന്റെ അച്ഛന്റെ കൊടവേർ. നിന്റെ ആ പട സ്വർണ്ണക്കുണ്ടി. ഇതാണോ സഭ്യം? ഇത് അസഭ്യം. ഇതിപ്പോ റെസൊല്യൂഷൻ മൊത്തം കട്ടായല്ലേ. ഒടുവിൽ ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കി. ഈ പറഞ്ഞ എല്ലാ റെസൊല്യൂഷനുകളും പാലിച്ചാൽ ഞങ്ങളുടെ ഈ ഊള ഗ്യാങ് ചലിക്കാത്ത ഒരു ഊമ ഗ്യാങ്ങായി മാറുമെന്ന്. ഈ കൊല്ലം ഇങ്ങനെ പോട്ടെ. ദിസ് ഈസ് നോട്ട് ദി എൻഡ്.